ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിലിരിക്കുന്ന ഹോണ്ട CB ടിസ്റ്ററിൻ്റെ വീഡിയോ ആയിട്ടാണ്. വേറൊന്നുമല്ല, നമ്മളൊരു ഡെയിലി ഒബ്സർവേഷൻ പോലെ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചെയിൻ ആൻഡ് ചെയിൻ സ്പ്രോക്കറ്റ്, അതുപോലെ തന്നെ ഇതിൻ്റെ ചെയിൻ കവർ കാര്യങ്ങളെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി അടിപൊളിയാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയാണ് ചെയ്യണത്. എങ്കിൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അത് റിമൂവ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഗിയർ ലിവർ ഊരി മാറ്റണം കേട്ടോ. ഗിയർ ലിവർ മാറ്റിയതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് ചെയിൻ സ്പ്രോക്കറ്റ് കവർ, അതുപോലെ തന്നെ പിന്നെ ബാക്കിലെ ചെയിൻ കവർ കേട്ടോ. ഇത്ര സാധനങ്ങൾ ഊരി മാറ്റിയാലാണ് നമുക്ക് ഫ്രീ ആയിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അത് മൂന്നും റിമൂവ് ചെയ്ത് മാറ്റാം. അപ്പോൾ അത് റിമൂവ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ് കേട്ടോ. ഫ്രണ്ടിലെ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ കവറിന് വന്നേക്കണേന്ന് പറഞ്ഞാൽ 2 8-ൻ്റെ നെറ്റാണ്. അതുപോലെ തന്നെ ഗിയർ ലിവറിൽ ഒരു 10-ൻ്റെ നെറ്റും, പിന്നെ അതേപോലെ നമ്മുടെ ചെയിൻ കവറിലും 10-ൻ്റെ 2 നെറ്റാണ് കേട്ടോ വന്നേക്കണത്. അപ്പം ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോകളിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു 8, 10, 12-ൻ്റെ ഒരു സ്പാനർ ഒരു ഹീറോ ഹോണ്ട അല്ലെങ്കിൽ ഹീറോ യൂസേഴ്സിനൊക്കെ എപ്പോഴും വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട പണിയൊക്കെ നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് നമ്മുടെ നിലവിലുള്ള ഇപ്പോഴത്തെ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ഒരു അവസ്ഥ എന്നൊക്കെ പറയണത്. അത്ര മോശമാണെന്ന് വെച്ചാൽ മോശമല്ല, കാരണം ഈ അടുത്തായിട്ടാണ് നമ്മൾ ചെയിൻ സ്പ്രോക്കറ്റും ചെയിൻ കവറും മാറിയത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയുന്നത്. ഡീസൽ നമ്മളൊരു 50 രൂപയ്ക്ക് ഡീസൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ ഇതേപോലെ ഒരു പഴയ പാത്രം എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഡീസൽ അതിനകത്ത് എടുക്കാം, ക്ലീൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ പഴയ 2 പല്ലേക്കണ ബ്രഷ് ഇട്ടാൽ അത് ഉപയോഗശൂന്യമായതാണ്. ആ ബ്രഷ് എടുക്കുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ മുക്കിലും മൂലയിലൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെയിൻ സ്പ്രോക്കറ്റ് കവറിൻ്റെ, അതേപോലെ തന്നെ ചെയിൻ കവറിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കേട്ടോ. അഴുക്കും ഗ്രീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ നമുക്ക് മൊത്തം ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഡീസൽ എടുത്തിട്ട് നന്നായിട്ട് ചെയിനിലും അതിൻ്റെ സ്പ്രോക്കറ്റിൻ്റെ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഫ്രണ്ട് ചെറിയ സ്പ്രോക്കറ്റ് നമ്മളൊന്ന് അഴിച്ചെടുക്കണം കേട്ടോ. അത് അഴിക്കാനായിട്ട് 10-ൻ്റെ 2 നെറ്റ് മാത്രമേ വരണുള്ളൂ. അപ്പോൾ അതങ്ങോട്ട് സ്പാനർ ഇട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കൈവച്ച് ഊരിയെടുക്കാൻ പറ്റും കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ചെയിൻ ഒന്ന് സ്മൂത്തായിട്ട് ഒന്ന് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് കാർ പോർച്ചിൽ വെച്ചാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മുടെ കട്ടയുണ്ട് ഇവിടെ, ഇൻ്റർലോക്കാണ്. അപ്പോൾ അതിൽ ഓയിലും കാര്യങ്ങളൊക്കെ വീണാൽ ഭയങ്കര പണിയാണ്. അപ്പോൾ ഇതിന് ശേഷം നന്നായിട്ട് ഞങ്ങൾ പണി പെട്ടിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കി അടിപൊളിയാക്കി എടുക്കാൻ. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട് ചെയിൻ സ്പ്രോക്കറ്റ് ഊരിയപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ആ ഏരിയ ഫുള്ളായിട്ട് തന്നെ കണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റണം കേട്ടോ. അപ്പോൾ എല്ലാ വണ്ടിയിലും വർഷത്തിൽ 2-3 തവണയൊക്കെ ഇങ്ങനെ ചെയ്യണത് വളരെ നന്നായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഈ ക്ലീൻ ചെയ്യണ സമയത്ത് തന്നെ ഷാഫ്റ്റിൻ്റെ അവിടെ നിന്നും സ്പ്രോക്കറ്റിൻ്റെ ഭാഗങ്ങളിൽ നിന്നൊക്കെ മുടി, അതുപോലെ ചകിരി, നാര് ഇതൊക്കെ കയറി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെയിൻ കറക്റ്റായിട്ട് ഫ്ലോയിന് അത് ബാധിക്കും കേട്ടോ നന്നായിട്ട്. ഇതൊക്കെ കയറി ഇങ്ങനെ അടഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ. അപ്പോൾ വല്ലപ്പോഴൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്യണത് വളരെ നല്ലതായിരിക്കും. ആകപ്പാട് ഇതിലിപ്പോൾ ചിലവ് വന്നേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 രൂപ ഡീസലിൻ്റെ ചിലവ് മാത്രമാണ് കേട്ടോ. ബാക്കി നമുക്ക് ബ്രഷ് ഇതൊക്കെ പഴയത് വീട്ടിലുണ്ടായതും പിന്നെ സ്പാനർ നമ്മൾ ഓൾറെഡി വാങ്ങിച്ച് വെച്ചേക്കണതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഡീസലിട്ട്. അപ്പോൾ 2-3 തവണയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. മാക്സിമം അവിടുത്തെ കരിയും കാര്യങ്ങളും എല്ലാം ഡീഗ്രീസ് ആവണ വരെ നന്നായിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗായ്സ്, അപ്പോൾ നമ്മുടെ ചെയിൻ ആൻഡ് ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ഡീസൽ വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കണ്ടില്ലേ. ഇപ്പോൾ അത്യാവശ്യം ഓയിലും ഗ്രീസും കരിയും കാര്യങ്ങളൊക്കെ പോയിട്ടാണ്. അപ്പോൾ ഇനി നമ്മളിത് വെള്ളം ഉപയോഗിച്ച് കഴുകണതാണ്. വെള്ളത്തിൽ നമ്മുടെ കയ്യിലൊരു ലിക്വിഡ് ഉണ്ടായിട്ടാണ്, ഒരു ഷാമ്പൂവിൻ്റെ ഒരു ലിക്വിഡ്. അപ്പോൾ അതിട്ട് നന്നായിട്ട് പതപ്പിച്ചിട്ട് ഇനി ആ ബാക്കി അംശങ്ങളും കൂടി കളഞ്ഞ് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എടുക്കണേണ്ട. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ലാഗ് അടിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്താണ് നമ്മളിത് ടൈം ലാപ്സ് ഇട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മുടെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടും കാര്യങ്ങളായിരുന്നു ഇത് ക്ലീനിങ് എന്നൊക്കെ പറയണത്. എൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിട്ടാണ്. അപ്പോൾ അവൻ്റെ ബൈക്കാണിത്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടിയാണ് ഇത് പരിശ്രമിച്ചത്. കുറേ നേരത്തെ കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ മറക്കാതെ ലൈക്കും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ സോപ്പും ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് ഒരു 3-4 തവണ ക്ലീൻ ചെയ്തെടുത്തിട്ട് കണ്ടില്ലേ, ഇപ്പോൾ തന്നെ സാധനം അത്യാവശ്യം നീറ്റ് ആൻഡ് അടിപൊളിയായിട്ടുണ്ട്. പുതിയതുപോലെ ആയിട്ട് ആദ്യത്തെ അവസ്ഥയൊന്നും അല്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ ടൈൽസൊക്കെ അത്യാവശ്യം വൃത്തികേടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, നമുക്കിനിയിപ്പോൾ തിരിച്ച് ഫിറ്റ് ചെയ്യണതിന് മുന്നായിട്ട് തന്നെ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ ചെയിനും ചെയിൻ സ്പ്രോക്കറ്റും എല്ലായിടത്തും എല്ലാം ഫിറ്റിങ്ങിനൊക്കെ മുന്നായിട്ട് തന്നെ നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുക. കാരണം വെള്ളത്തിൻ്റെ അംശമൊന്നും ഇരിക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുരുമ്പ് വരാനും എഞ്ചിൻ്റെ അകത്ത് പോകാനും അതിനായിട്ടൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമെല്ലാം കംപ്ലീറ്റ് വറ്റിച്ച് ഉണങ്ങിയതിന് ശേഷം മാത്രം ബാക്കി ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ.
ഗായ്സ് അപ്പം നമ്മുടെ ഫ്രണ്ട് ചെയിൻ സ്പ്രോക്കറ്റ് വരുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ നന്നായിട്ട് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ ഷാഫ്റ്റിലും ആ സ്പ്രോക്കറ്റ് വരുന്ന ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് തന്നെ ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ സ്പ്രോക്കറ്റിലും ഗ്രീസ് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം വേണം കേട്ടോ ഫിറ്റ് ചെയ്യാനായിട്ട്. എന്നാലാണ് കറക്റ്റായിട്ട് സെറ്റിംഗ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളൊരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ തുടങ്ങിയ പണിയാണ്. പണി ചെയ്തു വന്നപ്പോഴേക്ക് ഏകദേശം വൈകുന്നേരമായിട്ടാണ്. അപ്പോൾ ഇരുട്ടി തുടങ്ങി. അതാണ് നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് വർക്ക് ചെയ്യണേട്ടാ. അപ്പോൾ ഇന്ന് ഫിറ്റിംഗ് എല്ലാം തീർത്തതിന് ശേഷം വർക്ക് നിർത്താമെന്ന് ഓർത്താണ് നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്ത് പോയത് കേട്ടോ. അപ്പം നമ്മുടെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇതിപ്പോൾ അടുത്ത ദിവസമാണ്. കണ്ടില്ലേ, അത്യാവശ്യം അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. എല്ലാ കാര്യങ്ങളും തിരിച്ച് നമ്മൾ പക്കയായിട്ട് സെറ്റ് ചെയ്തിട്ട് ചെയിൻ കവർ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല, കാരണം നമ്മൾ ചെയിൻ ലൂബ് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ്ട് നമ്മൾ എടുത്തേക്കുന്ന ചെയിൻ ലൂബ് എന്ന് പറയുന്നത് മോട്ടോമാക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. ഏകദേശം ഒരു 150 രൂപയുടെ താഴെ മാത്രം കേട്ടോ വില വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു തവണ ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ ഈ ചെയിൻ ലൂബിൽ. അപ്പോൾ നമ്മൾ ചെയ്യണതിന് മുമ്പ് വെറുതെ പേപ്പറൊക്കെ എടുത്ത് താഴെ അതുപോലെ സൈഡിലൊക്കെ വെച്ചിട്ടാണ്. പക്ഷേ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വേണമല്ലോ ചെയ്യാനായിട്ട്. അപ്പോൾ തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ താഴെ ഊരിപ്പോയായിരുന്നു. എന്നാലും ജസ്റ്റ് നമ്മളൊന്ന് എടുത്ത് വെച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് നേരെ ചെയിൻ ലൂബിലേക്ക് കിടക്കാം. ചെയിൻ ലൂബ് ചെയ്യുമ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്താലാണ്ട് കറക്റ്റായിട്ട് എല്ലായിടത്തും എത്തുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇത്തിരി റിസ്ക് കൂടിയ പരിപാടിയാണ്. കുറേ പേരുടെ വിരലൊക്കെ മുറിഞ്ഞിട്ടും കൈയൊക്കെ മുറിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഈ ഇതേപോലെ ചെയിൻ ലൂബൊക്കെ ചെയ്തിട്ട്. അപ്പോൾ നമ്മളെപ്പോഴും സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം ചെയ്യാട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂട്ടോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കണ്ടില്ലേ, എല്ലാ പരിപാടിയും കഴിഞ്ഞ് വണ്ടി നമ്മളിത് സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അടിച്ചായിരുന്നിട്ടാ. വണ്ടി അത്യാവശ്യം നല്ല സ്മൂത്തും കുറച്ച് പിക്കപ്പൊക്കെ കൂടിയ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.